ആർ ജെ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2021 ജനുവരി 11 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആനുകാലിക ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥി ആരാണ്? ഹു വിൽ ബി ദ ചീഫ് ഗസ്റ്റ് ഓഫ് ഇന്ത്യസ് 2021 റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ? 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുഖ്യ അതിഥിയാണ് ചോദിച്ചത്. മുഖ്യ അതിഥി നേരത്തെ തീരുമാനിച്ചിരുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസണാണ്. എന്നാൽ ആ രാജ്യത്ത് വളരെ വേഗത്തിൽ സ്പ്രെഡാകുന്ന കൊറോണ വൈറസ് വ്യാപനം വന്നതോടുകൂടി അതിന് ചെറിയ മാറ്റങ്ങൾ വരികയാണ് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യൻ വംശജനായ സൂരിനാം പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സാന്തോകിയാണ് മുഖ്യ അതിഥിയായി വരുന്നത്. സൂരിനാംസ് ഇന്ത്യൻ ഒറിജിൻ പ്രസിഡന്റ് ചന്ദ്രിക പ്രസാദ് സാന്തോകി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ശ്രദ്ധിക്കുക, ചന്ദ്രിക പ്രസാദ് സാന്തോകി. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കേരള ഉപലോകായുക്തായി നിയമിച്ചത് ആരെ? കേരള ഉപലോകായുക്തായി നിയമിച്ചത് ആരെ? ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദി ഡെപ്യൂട്ടി ലോകായുക്ത ഓഫ് കേരള? കേരള ഉപലോകായുക്ത അഴിമതി തടയുന്നതിന് വേണ്ടി ഉള്ള ഈ ഗവേണൻസ് രംഗത്തെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലോകായുക്ത. വിജിലൻസ് കമ്മീഷനൊക്കെ ഉണ്ട്, കൂടാതെ ലോകായുക്തയും. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ഉപലോകായുക്ത എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദാണ്. ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദാണ് ഉപലോകായുക്ത. എന്നാൽ കേരള ലോകായുക്ത എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. ഇപ്പോഴത്തെ കേരള ലോകായുക്ത സിറിയക് ജോസഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, അഴിമതി തടയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് ഒരു സെക്ഷനാണ് ലോകായുക്ത. അതേപോലെ തന്നെ മറ്റൊരു സെക്ഷനാണ് വിജിലൻസ്. അതേപോലെ തന്നെ മറ്റൊരു സെക്ഷനാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ അതിൽ ഉള്ള ഒന്ന് ലോകായുക്തയാണ്. ലോകായുക്തയുടെ ഇപ്പോഴത്തെ ലോകായുക്ത എന്നറിയപ്പെടുന്നത് ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. അതേപോലെ ഉപലോകായുക്ത ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദാണ്. ജസ്റ്റിസ് ഹാരൂൺ അൽ റഷീദ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയായ ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ ആപ്തവാക്യം എന്താണെന്നാണ്? വാട്ട് ഈസ് ദ മോട്ടോ ഓഫ് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റി, ദ ഫസ്റ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ കേരള? കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാലയാണ് ശ്രീനാരായണ ഗുരു സർവകലാശാല. ഇതിൻ്റെ ആപ്തവാക്യം എന്താണെന്നാണ് ചോദ്യം. ആപ്തവാക്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ് ഇതിൻ്റെ ആപ്തവാക്യം. ശ്രീനാരായണ ഗുരുവിൻ്റെ ആപ്തവാക്യം തന്നെ എന്ന് പറയും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. അതേപോലെ സംഘടിച്ച് ശക്തരാകുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തന്നെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് വൈസ് ചാൻസലർ ആരാണെന്നുള്ള ചോദ്യങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട്. കൊല്ലമാണ് ഇതിൻ്റെ ആസ്ഥാനം. ശ്രീനാരായണ ഗുരു സർവകലാശാലയുടെ ആസ്ഥാനം കൊല്ലമാണ്. അതിൻ്റെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ മുബാറക് പാഷയാണ്. ഡോക്ടർ മുബാറക് പാഷയാണ് ആദ്യ വൈസ് ചാൻസലർ. ഇതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തെ നോക്കുക. സംസ്ഥാനത്ത് സാഹിത്യ മ്യൂസിയം നിർമ്മിക്കുന്ന എവിടെ? വെർ ഇസ് ദ സാഹിത്യ മ്യൂസിയം വിൽ ബിൽഡ് ഇൻ ദി സ്റ്റേറ്റ്? സംസ്ഥാനത്ത് സാഹിത്യ മ്യൂസിയം നിർമ്മിക്കുന്നത് എവിടെ എന്നുള്ളതാണ്. സംസ്ഥാനത്ത് സാഹിത്യ മ്യൂസിയം നിർമ്മിക്കുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ഏത് ജില്ലയിലാണെന്നുള്ളതാണ്. കോട്ടയത്താണ് സംസ്ഥാനത്തെ സാഹിത്യ മ്യൂസിയം നിർമ്മിക്കുന്നത്. കോട്ടയമാണ്. അക്ഷരനഗരം എന്നാണ് ഈ ജില്ല അറിയപ്പെടുന്നത്. കോട്ടയം അക്ഷരനഗരം എന്നറിയപ്പെടുന്നത് കോട്ടയത്ത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗിക്കുന്ന കാറുകൾ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റുന്ന അനർട്ടിൻ്റെ പദ്ധതി ഏത്? വിച്ച് ഈസ് അനർട്ട് പ്രൊജക്ട് ടു കൺവേർട്ട് യൂസ്ഡ് കാർസ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻടു ഇലക്ട്രിക് കാർസ്? സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ ഉപയോഗിക്കുന്ന കാറുകൾ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റുന്ന അനർട്ടിൻ്റെ പദ്ധതി ഏതാണ് അനർട്ടിൻ്റെ പ്രൊജക്റ്റ് എന്ന് നോക്കാം. ഇ മൊബിലിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഏതാണ്? ഇ മൊബിലിറ്റി. ഇപ്പോൾ കാറുകളൊക്കെ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റുന്ന അനർട്ടിൻ്റെ പദ്ധതിയാണ് ഇ മൊബിലിറ്റി. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രാജ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൺ ട്രേഡ് സെൻറ്റർ സ്ഥാപിക്കുന്ന എവിടെ? വേർ വിൽ ദി കൺട്രീസ് ഫസ്റ്റ് ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെൻറ്റർ ബി സെറ്റപ്പ്? രാജ്യത്തെ ആദ്യത്തെ ഇന്റർനാഷണൽ വിമൺ ട്രേഡ് സെൻറ്റർ സ്ഥാപിക്കുന്ന എവിടെ? രാജ്യത്തെ ഫസ്റ്റ് ഇന്റർനാഷണൽ വുമൺ ട്രേഡ് സെൻറ്റർ എവിടെയാണ് എന്നുള്ളതാണ്. അങ്കമാലിയിലാണ്. കൊച്ചിക്ക് അടുത്ത് അങ്കമാലിയിലാണ്. എറണാകുളം ജില്ലയിലാണ് സ്ഥാപിക്കുന്നത്. അങ്കമാലിയിലാണ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏത്? സമഗ്ര ശിക്ഷ കേരള ഓൺലൈൻ സ്റ്റഡി ക്ലാസ് ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരളം ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് ഏതാണെന്നാണ് ചോദ്യം. ഓൺലൈൻ പഠന ക്ലാസ്സിൻ്റെ പേര് മഴവിൽ പൂവ് എന്നുള്ളതാണ്. മഴവിൽ പൂവ് ഗോത്ര വിഭാഗക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള ഓൺലൈൻ ക്ലാസ്സിൻ്റെ പേരാണ് മഴവിൽ പൂവ്.
അടുത്ത ചോദ്യം, ഗുണനിലവാരത്തിന് സൂചകമായ ബ്ലൂ ഫ്ലാഗ് 2020 ലഭിച്ച കേരളത്തിലെ കടൽ തീരം. വിച്ച് ബീച്ച് ഇൻ കേരള വാസ് റീസെൻ്റ്ലി അവാർഡ് ദി ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇത് ഈ ബ്ലൂ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഗുണനിലവാരത്തിന് സൂചകമാണ്. ഇത്തരത്തിൽ ബ്ലൂ ഫ്ലാഗ് 2020 ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏത് ബീച്ചിനാണ് എന്നുള്ളതാണ് നോക്കാം. കാപ്പാട് ബീച്ചാണ്. കാപ്പാട്, കോഴിക്കോടുള്ള കാപ്പാട് കടൽ തീരത്തിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത്. ബ്ലൂ ഫ്ലാഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 9ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 60-ലധികം ആളുകൾ മരിച്ച് 2020 ഓഗസ്റ്റ് 6 മണ്ണിടിച്ചിൽ എവിടെയാണ് സംഭവിച്ചത്? ഇതൊക്കെ PSCയിൽ പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. വേർ ഡിഡ് ദ ലാൻഡ് സ്ലൈഡ് ഓൺ August 6, 2020 വിച്ച് ഡെത്ത് മോർ ദാൻ 60 പീപ്പിൾ ടേക്ക് പ്ലേസ്. എവിടെയാണ് ഈ ലാൻഡ് സ്ലൈഡ് നടന്നത്, മണ്ണിടിച്ചിൽ നടന്നത്? 60-ലധികം പേര് മരിച്ചതാണ്. ഇടുക്കി ജില്ലയിലാണ് നമുക്കറിയാം കറക്റ്റ് സ്ഥലം. പെട്ടിമുടി എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇടുക്കി ജില്ലയിലെ പെട്ടിമുടിയിലാണ് ഇത്തരത്തിലുള്ള ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിൽ മൂലം 60-ലധികം പേര് മരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. 2019 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ ആരല്ല? ഹു ആർ ദ റെസിപ്പിയൻസ് ഓഫ് ഭാരതരത്ന അവാർഡ് ഇൻ 2019? ഈ ഇന്നു മുതൽ ഡെയിലി കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഴയ രണ്ട് മൂന്ന് സംഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഭാരതരത്ന പുരസ്കാരമാണ് ഉൾപ്പെടുത്തിയത്. അതുപോലെ മറ്റു 2 കാര്യങ്ങൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കറണ്ട് അഫയേഴ്സുകളിലും അതിൻ്റെ തൊട്ട് മുമ്പ് വർഷത്തെ പ്രധാനപ്പെട്ട PSC UPSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ശ്രദ്ധിക്കുക. 2019 ഭാരതരത്ന പുരസ്കാരത്തിന് അർഹരായ വ്യക്തികൾ 3 പേരാണ്. ഒന്ന് പ്രണാബ് മുഖർജിയാണ്. ഭാരതരത്ന പുരസ്കാരം നേടുന്ന 6ാമത്തെ രാഷ്ട്രപതിയാണ് ഇദ്ദേഹം. അതുപോലെ 2ാമത്തെ ഭൂപൻ ഹസാരിക, ആസാമുകാരനാണ്, സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത്. 3ാമത്തെ നാനാജി ദേശ്മുഖ്, സാമൂഹിക പ്രവർത്തകനാണ്. ഇദ്ദേഹത്തിനും ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ടാണ് ലഭിച്ചത്. അപ്പോൾ 3 പേരാണ് 2019 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ. പ്രണാബ് മുഖർജി, അതേപോലെ തന്നെ ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2019 അവസാനം ഭാരതരത്ന പുരസ്കാരം നൽകിയത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തതും മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സ്വരാജ് ട്രോഫിയാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. സ്വരാജ് ട്രോഫി ജേതാക്കൾ ആണ്. ഇതിൽ ബെസ്റ്റ് ഗ്രാമപഞ്ചായത്തുണ്ട്, ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട്. ഇതും PSC UPSC പരീക്ഷകളിലൊക്കെ പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. PSC പരീക്ഷകൾ സർവ്വസാധാരണ ചോദിക്കാൻ സാധ്യതകളാണ്. ബെസ്റ്റ് ഗ്രാമപഞ്ചായത്ത്, മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പനശ്ശേരി കണ്ണൂരാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്, തിരുവനന്തപുരത്ത് നെടുമങ്ങാടാണ് ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത്. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ആണ്. ബെസ്റ്റ് ഡിസ്ട്രിക്ട് പഞ്ചായത്ത് തിരുവനന്തപുരം. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. മികച്ച ഗ്രാമപഞ്ചായത്ത് പാപ്പനശ്ശേരി, മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് നെടുമങ്ങാട്, മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം. അപ്പോൾ സ്വരാജ് ട്രോഫി ജേതാക്കൾ 2019. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. 2019 പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടാണ്. ഇതും പരീക്ഷകൾക്ക് നിരവധി ചോദ്യങ്ങൾ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിൽ ലോക്സഭയിൽ പാസ്സാക്കിയതെന്ന് എന്നുള്ളത്, ദ ബിൽ വാസ് പാസ്ഡ് ബൈ ദി ലോക്സഭ. 2019 ഡിസംബർ 9 ബില്ല് ലോക്സഭയിൽ പാസ്സാക്കിയത്. അതുപോലെ തന്നെ ബില്ല് രാജ്യസഭയിൽ പാസ്സാക്കിയത്. ബിൽ വാസ് പാസ്ഡ് ബൈ ദി രാജ്യസഭ. 2019 ഡിസംബർ 11 രാജ്യസഭയിൽ പാസ്സാക്കിയത്. പ്രസിഡന്റ് ഒപ്പുവെച്ചത്, സൈൻഡ് ബൈ ദ പ്രസിഡന്റ്, 2019 ഡിസംബർ 12. അപ്പോൾ ഓരോ ദിവസം വ്യത്യാസമാണ്. ലോകസഭ 9, എന്നാൽ 2 ദിവസം കഴിഞ്ഞ് രാജ്യസഭ. പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 12. എന്നാൽ നിയമം നിലവിൽ വന്നത്, ഈ പൗരത്വ ഭേദഗതി നിയമം നിലവിൽ വന്ന് ദ ലോ കെയിം ഇൻ ടു ഫോഴ്സ് 2020 ജാനുവരി 10. 2020 ജനുവരി 10 ഈ നിയമം നിലവിൽ വന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കുക. ഈ ചാനൽ ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.